ഹലോ, വെൽക്കം ടു റെസിപ്പീസ് ഫോർ റെസിപ്പിയൻസ്. ഇന്ന് ഷെയർ ചെയ്യുന്നത് നാടൻ തേങ്ങ അരച്ച ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു മീൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മാന്തളാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മാന്തളാണ്. ഇവിടെ തലയും തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതാണ്. ഇതൊരു 1/4 കിലോ മാന്തളാണുള്ളത്. കറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് 5 പച്ചമുളക് നടുകീറി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ളൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് പകരം ചതച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയല്ല. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണത്. പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് ഒന്ന് തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങ, ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 നുള്ള് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഇതവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ കറി തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് മാന്തള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ മീനായത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മാന്തള ചേർത്ത് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. 3-4 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വെന്തുടഞ്ഞ് പോവും. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പുളിവെള്ളം ചേർക്കുന്നതിന് പകരം നമുക്കിതിൽ മാങ്ങ ഇട്ട് വേണമെങ്കിലും കുക്ക് ചെയ്യാം കേട്ടോ. മാങ്ങ അല്ലെങ്കിൽ വിലിമ്പിപ്പുളിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കറി തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഈ പുളി ചേർത്തുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ് അല്ലെങ്കിൽ വിലിമ്പിപ്പൊടിയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന സമയത്ത്. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് നമുക്ക് വറവ് ചേർത്ത് കൊടുക്കാം. വറവ് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു പാത്രം ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടായി കഴിഞ്ഞതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞ് ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ തയ്യാറായിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു മീൻകറിയാണ്. ഉള്ളിയൊന്നും വഴറ്റി സമയമൊന്നും കളയണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിനകത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.